ആനിമേറ്റഡ് സീരീസൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ കാലമായി. ആൻഡ് ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സൂപ്പർ ഹീറോസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഷോ ആയതുകൊണ്ട് കാണുന്നൊരു ത്വര വന്നപ്പോൾ കണ്ടതാണ്. സോ ഈ വീഡിയോയിൽ എന്തുകൊണ്ട് ബാറ്റ്മാൻ കേപ്ഡ് ക്രൂസൈഡർ എനിക്ക് ഇഷ്ടമായി എന്നതിൻ്റെ കുറച്ച് റീസൺസ് ആണ് ഞാൻ പറയുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ഈ 90s ഇറങ്ങിയ ബാറ്റ്മാൻ ഷോസ് മുതൽ ജസ്റ്റിസ് ലീഗ്, ഈവൻ 2006 ന്യൂ ആനിമേറ്റഡ് ബാറ്റ്മാൻ സീരീസൊക്കെ കാർട്ടൂൺ നെറ്റ്വർക്കിൽ കണ്ടതൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന് ഈ ഷോ കാണാമായിരുന്നപ്പോൾ. അങ്ങനത്തെ ഒരു സിമിലർ വൈബ് ഈ ഷോയിൽ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ക്ലാസിക് ഷോസിൻ്റെ എഫക്റ്റ് ഈ ഷോ കാണുമ്പോൾ നന്നായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കഥ നടക്കുന്നത് 1940s കാലഘട്ടത്തിലാണ്. അതായത് ബാറ്റ്മാൻ കോമിക്സൊക്കെ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ടൈമും ഇതാണ്. സോ ബ്രൂസ് വെയിൻ ബാറ്റ്മാനെ തുടങ്ങുമ്പോഴുള്ള സമയത്ത് സ്റ്റോറി ലൈനാണ് ഈ ഷോ ഫോളോ ചെയ്യുന്നത്. ഒരു ഓൾഡ് സ്കൂൾ ത്രില്ലർ ഫോർമാറ്റ് ഈ ഷോയിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു സൂപ്പർ ഹീറോ കണ്ടക്സ്റ്റ് ഒഴിച്ചു നിർത്താൻ ബാറ്റ്മാൻ പൊതുവെ ഒരു ഡിറ്റക്റ്റീവ് ഫോർമാറ്റിലുള്ള കഥകൾ തന്നെയാണ് പറയാറുള്ളത്. അത് പക്ഷേ ഈ ഷോയിലോട്ട് വരുമ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗോതം സിറ്റിയൊക്കെ സെറ്റ് ചെയ്തത് കൊള്ളാം. കഥ നടക്കുന്ന പശ്ചാത്തലം എന്ന നിലയിൽ ഗോതം സിറ്റിനെയൊക്കെ ഈ ഷോയിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ എപ്പിസോഡിനും ഓരോ വില്ലൻ എന്ന ഫോർമാറ്റ് തന്നെയാണ് പൊതുവെ ഇത്തരം ഷോസിൽ ഫോളോ ചെയ്യാറ്. എന്നാൽ റയറസ്റ്റ് സിനാരിയോസിൽ മാത്രം അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഈ ഷോയുടെ കേസിൽ ആദ്യം ഈ പറഞ്ഞ പോലെ ഓരോ എപ്പിസോഡിനും ഡിഫറെൻറ്റ് സ്റ്റോറി ആണെങ്കിലും ഇടയ്ക്കുന്ന ലോങ് ടേം സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ വെക്കുന്നത് കൊണ്ട് അവസാനത്തെ ചില എപ്പിസോഡിലൊക്കെ അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. മേ ബി ഈ ഒരു ഫോർമാറ്റ് അടുത്ത സീസണിലും ചെയ്താൽ നന്നാവും. ആദ്യത്തെ ഒരു 4 എപ്പിസോഡ്സൊക്കെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടാണ് തോന്നിയത്. മോശമല്ല എന്നാൽ കണ്ടിരിക്കാവുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീടുള്ള എപ്പിസോഡ്സ് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഡാർക്കായി തോന്നിക്കുന്ന ഒരു കഥാസാഹചര്യത്തിലോട്ട് ഈ സീസൺ പോകുമ്പോൾ പെട്ടെന്നുള്ള ഷിഫ്റ്റ് എൻ്റയർ സീസണെ തന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന സെറ്റപ്പിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്മാൻ്റെ ഹീറോയിസം മാത്രം പ്രധാനമായിട്ട് നിർത്തുന്നത് ഗോതം സിറ്റിയിലെ മറ്റു ക്യാരക്ടേഴ്സിന് നല്ല ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാർബറ ഗോർഡനെ ഒരു നല്ല ലോയറായിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്മീഷണർ ഗോർഡൻ്റെ ക്യാരക്ടർ ആർക്കും നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിൽ ഈ ഷോ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ വക സംഭവങ്ങളൊക്കെ ഇതിൽ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ചില ചേഞ്ചുകളൊക്കെ ഈ ഷോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ പൊതുവെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആനിമേറ്റഡ് ഷോസിലോ സിനിമകളിലോ കൊടുക്കാത്തൊരു ഇൻട്രൊഡക്ഷൻ ഇത് ചില ക്യാരക്ടേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. വോക്ക് സിനാരിയോസ് ഉണ്ട് എന്നത് ഫോഴ്സ്ഡ് അല്ല, സീസണെ ബാധിച്ചിട്ടുമില്ല. പക്ഷേ ചില ചേഞ്ചുകളൊക്കെ കൊള്ളാമായിരുന്നു. ഇതുവരെ കാണാത്തൊരു രീതി ആയതുകൊണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ഫ്രഷ്നെസ് തന്നിട്ടുണ്ട്. ബാറ്റ്മാൻ കേപ്ഡ് ക്രൂസൈഡർ എനിക്ക് അത്യാവശ്യം നല്ലൊരു ആനിമേറ്റഡ് ഷോ ആയിട്ടാണ് തോന്നിയത്. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.